രീതി, ബോധം, ആചരണം, പ്രചാരണം, ഇത് നാലുമാണ് ഒരു അധ്യാപകൻ്റെ കടമ. അധീതിച്ചാൽ പഠിക്കലാണ്, അത് ബോധിക്കലാണ്, അത് ആചരിക്കലാണ്, പ്രചരിക്കലാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ അധ്യാപകനിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കുട്ടികളിലേക്കൊരു വല വീശാൻ കഴിയുമെങ്കിൽ, എങ്ങനെയാണ് ഒരു മുക്കുവൻ വല വീശിയിട്ട് മത്സ്യങ്ങളെ ആ വലയിലേക്ക് ഒതുക്കണമെന്ന് വെച്ചാൽ, അതേപോലെ തൻ്റെ അറിവെന്താ വെച്ചാലും ശരി അത് പ്രകടിപ്പിച്ച് കുട്ടികളെ തന്നിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നതാണ് അധ്യാപനം. വിഷയത്തിലുള്ള ജ്ഞാനത്തെക്കാളേറെ ഉള്ള വിഷയം അവരെ വ്യക്തമായി ബോധ്യപ്പെടുത്തലാണ് അധ്യാപനം, ശരിക്കുള്ള അധ്യാപനം. ഏറ്റവും നല്ല ടീച്ചർ ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ അറിവുള്ള ആളാണെന്ന് പറയും. അറിവുള്ള ആളല്ല, അറിയുന്നതെന്തോ അത് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് കൺവേ ചെയ്യാൻ കഴിയുന്ന ആളുണ്ടല്ലോ, അയാളാണ് ശരിയായ അധ്യാപനം. പിന്നെ അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റം അവർ നന്നായി അറിയുന്നവനാണ്, കുട്ടികളെ നന്നായി അറിയുന്നവനാണ്. ഇന്നിപ്പോൾ അത് ഇല്ലാതിരിക്കുന്നതാണ് ഇപ്പോൾ കാര്യം. എന്താ കാര്യം വെച്ചാൽ പല കാരണങ്ങളുണ്ട്. 40-50 ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ് അധ്യാപകൻ ജോലിയിൽ വരുന്നത്. അപ്പോൾ ആ അധ്യാപകന് ഉത്തരവാദിത്വം കുറയണേ തെറ്റൊന്നും പറയാനില്ല. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ ഈ ഗ്രഹത്തിൽ നിന്ന് കിട്ടേണ്ട യാതൊന്നും അവർക്ക് കിട്ടണില്ല, വീടുകളിൽ നിന്നൊന്നും അവർക്ക് കിട്ടണില്ല. ഇപ്പോൾ വീടുകളിലെ അച്ഛൻ, അമ്മ, മുതിർന്നവർ ഇവരൊക്കെ അനുസരിക്കുന്നവർ ചെയ്തൊന്നും ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, പുതിയ കുട്ടികൾക്ക് ഇല്ലാണ്ടേ കഴിഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടെ നിന്നും അത് കിട്ടാത്തതുകൊണ്ടാണ്. അത് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് കാര്യം.